നല്ല കിടിലം പടം, സീരിയസ് ആയിട്ട് പറയുന്നത്. ഹൈപ്പ് കൊടുക്കാതെ കാണാം. ലോകേഷ് നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഹൈപ്പ് കൊടുത്ത് കാണാൻ വേണ്ടി. ബ്രോ എന്ത് നെഗറ്റീവ് ആണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ തന്നെ എത്ര മൂവ്മെന്റ് ഉണ്ട് ഗൂസ് ബംസ് അടിക്കാൻ വേണ്ടി. അത്രയും കിടിലം പടം. ഹൈപ്പ് കൊടുക്കാതെ കാണാം. പൊളി സിനിമ. എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് ബോറായിട്ട് തോന്നി. സെക്കൻഡ് ഹാഫ് മൊത്തം അടിയും ട്വിസ്റ്റൊക്കെ ആയിരുന്നു. സൂപ്പറായിരുന്നു. ഇല്ല, തോന്നിയില്ല, അത്രയ്ക്കും തോന്നിയില്ല. സാധാ ഒരു പേട്ട പോലത്തെ ഒരു പടം, അത്രേ ഉള്ളൂ. ലോകേഷ് ഒരു ആവറേജ് ലോകേഷിൻ്റെ പടം എന്ന് പറയില്ല അത്ര. പടം കുഴപ്പമില്ല, ഒരു സാധാ ഒരു മൂവി. പക്ഷെ ലോകേഷിൻ്റെ അത്ര പ്രതീക്ഷിക്കാൻ പറ്റൂല. അത്രയും ഒരു മാസം കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, തോന്നിയില്ല, അത്രയ്ക്കും തോന്നിയില്ല. സാധാ ഒരു പേട്ട പോലത്തെ ഒരു പടം, അത്രേ ഉള്ളൂ. നോർമൽ പടം, അല്ലാതെ ലോകേഷിൻ്റെ പടം എന്ന് ഉദ്ദേശിക്കും പോലത്തെ ഇതൊന്നുമില്ല. കണ്ടുകൊണ്ടിരിക്കാം, വലിയ ഇതൊന്നും പ്രതീക്ഷിക്കാതെ പോയാൽ കൊള്ളാം. പക്ഷേ ഒരു ഫാമിലി എന്നൊരു രീതിയിൽ സാധാ ഒരു പടം പോലെ കാണാം. വലിയ മാസ് പ്രതീക്ഷിച്ച് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. ഒരു സാധാ ഒരു പടം എന്ന് വെച്ചാൽ ഒരു ഫീൽ ഗുഡ് മൂവി പോലെ, ക്ലൈമാക്സ് പോലെ കാണാം, അത്രേ ഉള്ളൂ. ഹൈപ്പ് കൊടുക്കാതെ കണ്ടാൽ അത്രയും അടിപൊളി പടമാണ്. ഒരു രക്ഷ നമ്മളെല്ലാം ഹൈപ്പ് കൊടുത്താണ് ഇത്ര നെഗറ്റീവ് എന്തിനു പറയുന്നത് മനസ്സിലാവുന്നില്ല. നല്ല കിടിലം പടം, സീരിയസ് ആയിട്ട് പറയുന്നത്. ഹൈപ്പ് കൊടുക്കാതെ കാണാം. ലോകേഷ് നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഹൈപ്പ് കൊടുത്ത് കാണാൻ വേണ്ടി. കിടിലം പടം. ഹൈപ്പ് കൊടുക്കാതെ കണ്ടാൽ നമുക്ക് വർക്കാവും. ബ്രോ എന്ത് നെഗറ്റീവ് ആണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ തന്നെ എത്ര മൂവ്മെന്റ് ഉണ്ട് ഗൂസ് ബംസ് അടിക്കാൻ വേണ്ടി. അത്രയും കിടിലം പടം. ഹൈപ്പ് കൊടുക്കാതെ കാണാം. പൊളി സിനിമ, സൂപ്പർ. ആ 15 മിനിറ്റ് റോളുള്ളൂ, പക്ഷേ കിടിലായിട്ട് സെറ്റ് ചെയ്യും. എന്തിനാണ് ഇത്ര നെഗറ്റീവ് പറയുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷേ കിടിലം. ഹൈപ്പ് കൊടുക്കാതെ കണ്ടാൽ പടം വർക്കാവും. സൂപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. OTT കണ്ടിട്ട് കാര്യമില്ല, തിയേറ്ററിൽ തന്നെ കാണണം. മസ്റ്റ് വാച്ച്, കണ്ടിരിക്കണം. ഓക്കെ, സൂപ്പർ സിനിമയായിരുന്നു. രജനീകാന്ത് നല്ലപോലെ മാസ്സായിട്ട് അങ്ങനെ തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് മൊത്തം അടിയും ട്വിസ്റ്റൊക്കെ ആയിരുന്നു. സൂപ്പറായിരുന്നു. ഭയങ്കര സൂപ്പറായിരുന്നു. മാസ്. അമീർ ഖാൻ്റെ എൻട്രി ലാസ്റ്റാണ് വന്നത്, പക്ഷേ വന്നത് ഫുള്ള് ട്വിസ്റ്റാക്കി. ആവറേജ് ആണ്, കൊള്ളാം. ഓക്കെ ഞാൻ രണ്ടാമത്തോട്ടോ. ഓക്കെ ആണ്. ലോകേഷ് ഒരു ആവറേജ് ലോകേഷിൻ്റെ പടം എന്ന് പറയില്ല അത്ര. കൊള്ളാം, സൂപ്പർ. അടിപൊളിയാണ് സിനിമ. എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് ബോറായിട്ട് തോന്നി. ആ പേട്ടയൊക്കെ നല്ലതായിരുന്നു, പക്ഷെ അത്രയ്ക്കൊരു ഇത് വന്നായിട്ട് തോന്നിയില്ല. നൈസ്, അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. മോശമൊന്നും തോന്നിയില്ല. 1 ടൈം സിനിമ കൊള്ളായിരുന്നു, മൊത്തത്തിൽ കൊള്ളാം. അങ്ങനെ മോശമെന്ന് പറയാനായിട്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ചില്ല. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു രജനി ഫാൻസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു. വീണ്ടും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെയാണ് വന്നത്. കുഴപ്പമില്ല, ഒന്നുകൂടി കാണാം.